So the next topic is backlash. Backlash occurs due to the gap between the mating gears. So നമുക്കിവിടെ രണ്ട് ഗിയേഴ്സ് തമ്മിൽ മെയ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. സോ ഇവിടെ നോക്കിയാൽ മതി, ഈ രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ബാക്ക്ലാഷ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ഗ്യാപ്പിന്, രണ്ട് ഗിയർ ടീത്തുകളുടെ ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ബാക്ക്ലാഷ്. Backlash is necessary to allow lubricating oil to lubricate and hence dissipate heat to prevent overheating and minimize the wear and tear. നമുക്ക് അത്യാവശ്യം ബാക്ക്ലാഷ് വേണം, രണ്ട് ഗിയർ ടീത്തുകളുടെ ഇടയ്ക്ക് അത്യാവശ്യം ബാക്ക്ലാഷ് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൂബ്രിക്കേറ്റിംഗ് ഓയിലൊക്കെ നമുക്ക് ഈ ഗിയറിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഗിയറിൻ്റെ ടീത്തിൻ്റെ ഇടയ്ക്കൂടെ കയറി ഇറങ്ങി അവിടെയുള്ള ആ ഒരു ഹീറ്റിനെയൊക്കെ ഡിസിപ്പേറ്റ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് ബാക്ക്ലാഷ് വേണം. So 0.2 mm of backlash means that 0.2 mm gap between the mating gears. അപ്പം ഒരു ഗിയറിന് 0.2 mm ബാക്ക്ലാഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രണ്ട് ഗിയർ ടീത്തിനിടയ്ക്ക് ഒരു 0.2 mm ഗ്യാപ്പ് ഉണ്ട് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. If there is no backlash, then it shows perfection in manufacturing, but it will lead to wear and tear. സോ നമുക്കറിയാം, രണ്ട് ടീത്തിനിടയ്ക്ക് അത്യാവശ്യം ഒരു ചെറിയ ബാക്ക്ലാഷ് വേണം, എങ്കിലേ അവിടെ പ്രോപ്പർ ലൂബ്രിക്കേഷനൊക്കെ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ബാക്ക്ലാഷ് ഇല്ല, രണ്ട് ഗിയറിനിടയ്ക്ക് ബാക്ക്ലാഷ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് ഗിയർ ടീത്തുകൾ നല്ല രീതിയിൽ ജാമായിട്ടിരിക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ രണ്ട് ഗിയർ ടീത്തുകൾ വളരെ കോമ്പാക്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കും. അപ്പോൾ അവിടെ വിയർ ആൻഡ് ടിയർ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം ഈ രണ്ട് ഗിയർ ടീത്തിനിടയ്ക്ക് അത്യാവശ്യം ബാക്ക്ലാഷ് വേണം ഉണ്ടെങ്കിൽ അത് ഗിയേഴ്സ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. സോ നെക്സ്റ്റ് ഈസ് ദ വേരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ബാക്ക്ലാഷ് ഇൻ ഗിയേഴ്സ് ഇൻക്ലൂഡ്. ബാക്ക്ലാഷിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എറേഴ്സ് ഇൻ പിച്ച് പ്രൊഫൈൽ, ടൂത്ത് തിക്നെസ്, ഹെലിക്സ് ആംഗിൾ, സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള എറർ എന്ന് വെച്ചാൽ പിച്ചിലുള്ള എറർ, പ്രൊഫൈല്, ടൂത്ത് തിക്നെസ്സിലുള്ള എറർ, ഹെലിക്സ് ആംഗിളിലുള്ള എറർ, ഈ ഗിയർ ടീത്തുകളുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തമ്മിലുള്ള എറർ, ഇതെല്ലാം നമ്മുടെ ബാക്ക്ലാഷിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത് ബാക്ക്ലാഷ് നമുക്ക് ഒഴിവാക്കാനുള്ള 3 മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വൺ ഈസ് എ പ്രിസിഷൻ ഗിയർ, സെക്കൻഡ് വൺ ഈസ് എ മോഡിഫൈഡ് ഡിസൈൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് എ സ്പെഷ്യൽ ഡിസൈൻ. ഈ 3 കാര്യങ്ങൾ വെച്ച് നമുക്ക് ഈ ഗിയറിൻ്റെ ബാക്ക്ലാഷിലുള്ള മെത്തേഡ്സ് ടു മിനിമൈസ് ദ ഗിയർ ബാക്ക്ലാഷ്. ഈ ഗിയറിൻ്റെ ബാക്ക്ലാഷ് നമുക്ക് മിനിമൈസ് ചെയ്യാനുള്ള 3 മെത്തേഡ്സാണ് ഈ 3 മെത്തേഡ്സ്. അപ്പോൾ ഈ 3 മെത്തേഡ്സ് വെച്ച് നമുക്ക് ബാക്ക്ലാഷ് ഒഴിവാക്കാം. സോ എന്താണ് ഈ പ്രിസിഷൻ ഗിയർ? പ്രിസിഷൻ ഗിയർ എന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രിസൈസായിട്ട് ഗിയറിനെ മാനുഫാക്ചർ ചെയ്യുമ്പം നമുക്ക് മാനുഫാക്ചറിങ് എറർ, അതുപോലത്തെ എറേഴ്സൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മോർ ടോളറൻസസ് ആൻഡ് വോൺ ഔട്ട് ബിയറിങ്സ് ആർ ദ കോസസ് ഓഫ് ബാക്ക്ലാഷ്. അപ്പോൾ നമുക്ക് ടോളറൻസിലുള്ള പിഴവുകൾ, അതുപോലെ തന്നെ ബിയറിങ്സിലുള്ള വോൺ ഔട്ടായിട്ടുള്ള ബിയറിങ്സ്, അപ്പം അങ്ങനത്തെ എറേഴ്സൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ പ്രിസിഷൻ ഗിയർ മിനിമൈസസ് ദ എബോവ് ഇംപെർഫെക്ഷൻ. അപ്പം മാനുഫാക്ചറിങ്ങിലുള്ള എറർ, ടോളറൻസ് കൊടുക്കുന്നതിലുള്ള എറർ, അതുപോലെ തന്നെ നമ്മുടെ ഗിയേഴ്സിൻ്റെ ബിയറിങ്സിലുള്ള വോൺ ഔട്ടായിട്ടുള്ള ബിയറിങ്സ് മൂലം സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് നല്ല പ്രിസൈസായിട്ടുള്ള പ്രിസിഷൻ ഗിയേഴ്സ് യൂസ് ചെയ്യുന്ന വഴി നമുക്കതൊക്കെ അതുവഴിയുള്ള എറേഴ്സൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഗിയേഴ്സിൻ്റെ ഒക്കെ മോഡിഫൈഡ് ഡിസൈൻസ്, ഒത്തിരി മോഡിഫൈഡ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ നമ്മളിപ്പോൾ കാണാറുണ്ട്. അപ്പം ഡിസൈനൊക്കെ മോഡിഫൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബാക്ക്ലാഷ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിസൈൻസ് ഓഫ് ഗിയേഴ്സ് ട്രാൻസ്മിറ്റ് മോഷൻ വിത്ത് ഹാർമോണിക് സൈക്ലോയിഡൽ ആൻഡ് എപ്പിസൈക്ലോയിഡൽ ആൻഡ് ട്രാക്ഷൻ ഡിവൈസസ്. എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഗിയേഴ്സൊക്കെ വെച്ച് നമുക്ക് ബാക്ക്ലാഷിനെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, the next topic is interchangeability. An interchangeable gear is one which can be substituted for similar gear manufactured to the same drawing. അപ്പോൾ നമുക്കൊരു ഗിയറിനെ മറ്റൊരു ഗിയറിൻ്റെ പ്ലേസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ആൻ ഇൻ്റർചേഞ്ചബിൾ ഗിയർ. എന്ന് വെച്ചാൽ ആൻ ഇൻ്റർചേഞ്ചബിൾ ഗിയർ ഈസ് എ വൺ വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ സിമിലർ ഗിയർ മാനുഫാക്ചർഡ് ടു ദ സെയിം ഡ്രോയിങ്. നമുക്കൊരു സെയിം ഡ്രോയിങ് വെച്ച് നമുക്ക് ഉള്ള ഒരു ഗിയറിനെ നമുക്ക് വേറൊരു ഗിയർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെങ്കിൽ നമുക്കതിനെ ഇൻ്റർചേഞ്ചബിൾ ഗിയർ എന്നാണ് പറയുന്നത്. If one gear assembles properly with another mating gear, both chosen randomly, then it is known as interchangeability. ഇപ്പോൾ നമ്മൾ റാൻഡമായിട്ട് രണ്ട് ഗിയേഴ്സ് സെലക്ട് ചെയ്തിട്ട് അതിനെ അസംബിൾ ചെയ്ത് നോക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ്
then it can be known as interchangeability. അപ്പോൾ അവിടെ ഇൻ്റർചേഞ്ചബിലിറ്റി പോസിബിൾ ആണ്. If one gear assembles properly with another mating gear, both chosen randomly. നമ്മൾ റാൻഡമായിട്ട് 2 ഗിയേഴ്സ് സെലക്ട് ചെയ്തിട്ട് അത് അസംബിൾ ചെയ്ത് നോക്കുമ്പം അത് അതിൻ്റെ മേറ്റിംഗ് ഗിയറുമായിട്ട് നല്ല രീതിയിൽ മെഷ് ആകുന്നുണ്ടെങ്കിൽ, മെയ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ 2 ഗിയേഴ്സിനെ ഇൻ്റർചേഞ്ചബിൾ ഗിയേഴ്സ് എന്ന് നമുക്ക് വേണേൽ പറയാം. ഇഫ് എനി 2 gears of the set mesh by satisfying the law of gearing, then the set of gear is called interchangeable. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. For interchangeability, the gears must have same module, pressure angle, addendum and dedendum. ഇപ്പോൾ നമുക്ക് 2 ഗിയേഴ്സ് ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഗിയേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ഗിയറിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് വേറൊരു ഗിയർ വെക്കണമെങ്കിൽ ആ 2 ഗിയേഴ്സ് തമ്മിൽ സെയിം മൊഡ്യൂൾ ആയിരിക്കണം, പ്രഷർ ആംഗിൾ സെയിം ആയിരിക്കണം, അഡണ്ടത്തിൻ്റെ വാല്യൂവും ഡിഡണ്ടത്തിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗിയേഴ്സ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഗിയർ സ്റ്റാൻഡർഡൈസേഷൻ. വാട്ട് യു മീൻ ബൈ ഗിയർ സ്റ്റാൻഡർഡൈസേഷൻ? പറയുന്നത് ടു മാനേജ് വെറൈറ്റി ഓഫ് ഗിയേഴ്സ് എഫിഷ്യൻ്റ്ലി സ്റ്റാൻഡേർഡ്സ് ആർ ഇൻവോൾവ്. സോ ഗിയറൊക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ചുമ്മാ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതിന് സർട്ടൺ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ ഗിയർ സ്റ്റാൻഡർഡൈസേഷൻ മേക്സ് ഇറ്റ് ഈസി ഫോർ ദ ഡിസൈൻ, പ്രൊഡക്ഷൻ, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ്. സോ ഗിയർ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് നമുക്ക് ഡിസൈൻ മേക്സ് ഇറ്റ് ഈസി ഫോർ ദ ഡിസൈൻ. അതായത് ഗിയറിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി ഈസി ആകും, പ്രൊഡക്ഷൻ കുറച്ചുകൂടി ഈസി ആകും, അതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ പറ്റും, അതിൻ്റെ റീപ്ലേസ്മെൻറ്റും ഈസി ആവും. സോ ഗിയർ സ്റ്റാൻഡർഡൈസേഷനകത്ത് നമുക്ക് ഗിയേഴ്സിനെ തന്നെ 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഈസ് എ ഫുൾ ഡെപ്ത് ടൂത്ത് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ സ്റ്റെപ്പ് ടൂത്ത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഗിയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഫുൾ ഡെപ്ത് ടൂത്ത്. എന്താണ് ഈ ഫുൾ ഡെപ്ത് ടൂത്ത് എന്ന് പറയുന്നത്? എ ഫുൾ ഡെപ്ത് ടൂത്ത് ഈസ് വൺ ഇൻ വിച്ച് അഡണ്ടം ഈസ് ഈക്വൽ ടു ദ മൊഡ്യൂൾ ആൻഡ് പ്രൊവൈഡ്സ് എ ലാർജർ വർക്കിംഗ് ഡെപ്ത്. ഇപ്പോൾ നമ്മുടെ ഗിയറിൻ്റെ അഡണ്ടത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മൊഡ്യൂളും അഡണ്ടത്തിൻ്റെ വാല്യൂ അതിൻ്റെ മൊഡ്യൂളിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് ഫുൾ ഡെപ്ത് ടൂത്ത് എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ആ ട്യൂത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ട്യൂത്തിന് ലാർജറായിട്ടുള്ള വർക്കിംഗ് ഡെപ്ത് പോസിബിളാണ്. സോ സ്റ്റെപ്പ് ടൂത്ത് എന്ന് പറഞ്ഞാൽ എ സ്റ്റെപ്പ് ടൂത്ത് ഹാസ് എ വർക്കിംഗ് ഡെപ്ത് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദ ഫുൾ ഡെപ്ത് ടൂത്ത്. ദിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ് ഷോർട്ട് ബോത്ത് അഡണ്ടം ആൻഡ് ഡിഡണ്ടം. അപ്പോൾ ഈ സ്റ്റെപ്പ് ടൂത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വർക്കിംഗ് ഡെപ്ത് പൊതുവേ കുറവായിരിക്കും. ഫുൾ ഡെപ്ത് ടൂത്തിൻ്റെ വർക്കിംഗ് ഡെപ്തിനേക്കാളും സ്റ്റെപ്പ് ടൂത്തിൻ്റെ വർക്കിംഗ് ഡെപ്ത് നോർമലി കുറവായിരിക്കും. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ് ഷോർട്ട് ബോത്ത് അഡണ്ടം ആൻഡ് ഡിഡണ്ടം. അഡണ്ടത്തിൻ്റെയും ഡിഡണ്ടത്തിൻ്റെയും വാല്യൂ കുറച്ചാണ് അത് അങ്ങനെ ഒരു സ്റ്റെപ്പ് ടൂത്ത് ഡിസൈൻ ചെയ്യുന്നത്. സോ വർക്കിംഗ് ഡെപ്ത് എന്ന് വെച്ചാൽ ഈ ഡെപ്താണ്. ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ കണ്ടോ, ഇവിടം തൊട്ട് ഇവിടെ വരെ അഡണ്ടം സർക്കിൾ വരെ, ഈ ഒരു പോർഷൻ തൊട്ട് ഈ ഒരു ക്ലിയറൻസ് സർക്കിൾ തൊട്ട് കണ്ടോ, ഈ ക്ലിയറൻസ് സർക്കിൾ തൊട്ട് ഈ ഒരു അഡണ്ടം സർക്കിൾ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഡിഡണ്ടം സർക്കിൾ തൊട്ട് അഡണ്ടം സർക്കിൾ വരെയുള്ള ആ ഒരു ഹോൾ ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടേംസൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കിതൊക്കെ പറയുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഡെപ്ത് ആൻഡ് ദിസ് ഈസ് ദ ഹോൾ ഡെപ്ത്. സോ സ്റ്റെപ്പ് ടൂത്ത് ഹാസ് എ വർക്കിംഗ് ഡെപ്ത് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദ ഫുൾ ഡെപ്ത് ടൂത്ത്. അപ്പം ഫുൾ ഡെപ്ത് ടൂത്തിനേക്കാളും സ്മോളറായിട്ടുള്ള ഒരു വർക്കിംഗ് ഡെപ്ത് ആയിരിക്കും നമ്മുടെ സ്റ്റെപ്പ് ടൂത്തിനുള്ളത്. നമ്മൾ ഫിഗർ നോക്കിയാൽ ഫിഗർ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. സോ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം ഫുൾ ഡെപ്ത് ടൂത്താണ്. ഇതാണ് സ്റ്റെപ്പ് ടൂത്ത്. ഓക്കെ, സോ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫുൾ ഡെപ്ത് ടൂത്തിന് വർക്കിംഗ് ഡെപ്ത് അല്ലെങ്കിൽ ഫുൾ ഡെപ്ത് ടൂത്തിൻ്റെ വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കേട്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് എ ഫുൾ ഡെപ്ത് ടൂത്ത് ഈസ് വൺ ഇൻ വിച്ച് അഡണ്ടം ഈസ് ഈക്വൽ ടു മൊഡ്യൂൾ ആൻഡ് പ്രൊവൈഡ്സ് എ ലാർജർ വർക്കിംഗ് ഡെപ്ത്. അപ്പോൾ ഈ ഫുൾ ഡെപ്ത് ടൂത്തിന് വർക്കിംഗ് ഡെപ്ത് കൂടുതലായിരിക്കും, സ്റ്റെപ്പ് ടൂത്തിന് വർക്കിംഗ് ഡെപ്ത് കുറവായിരിക്കും. ഓക്കെ, so figure shows commonly used full depth and 3 step tooth with pressure angles 14.5, 20 degree and 25 degree. എന്ന് വെച്ചാൽ 3 സ്റ്റെപ്പ് ടൂത്തുകളുടെയും ഫുൾ ഡെപ്ത് ടൂത്തിൻ്റെയും കോൺഫിഗറേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഫുൾ ഡെപ്ത് ടൂത്താണ്, താഴെ കാണിച്ചിരിക്കുന്നതെല്ലാം സ്റ്റെപ്പ് ടൂത്താണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രഷർ ആംഗിൾ 14.5 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ഇതിൻ്റെ പ്രഷർ ആംഗിൾ 20 ഡിഗ്രിയാണ്. മൂന്നാമത്തേതിൻ്റെ ഈ പ്രഷർ ആംഗിൾ എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ്. സിമിലർലി സ്റ്റെപ്പ് ടൂത്തിൻ്റെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് പ്രഷർ ആംഗിൾ 14.5 ഡിഗ്രിയാണ്. ഇതിൻ്റെ പ്രഷർ ആംഗിൾ 20 ഡിഗ്രിയാണ്. ഈ മൂന്നാമത്തേതിൻ്റെ കാണിച്ചിരിക്കുന്ന പ്രഷർ ആംഗിൾ 25 ഡിഗ്രിയാണ്.
അപ്പം ഇത് മൂന്ന് സ്റ്റാൻഡേർഡ് ആംഗിൾസാണ്. ഈ 3 സ്റ്റാൻഡേർഡ് ആംഗിൾസിലുള്ള ഫുൾ ഡെപ്ത് ടൂത്തിൻ്റെയും സ്റ്റബ് ടൂത്തിൻ്റെയും ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്റ്റബ് ടൂത്ത് ഈസ് സ്ട്രോങ്ങർ ദാൻ ഫുൾ ഡെപ്ത് ടൂത്ത് ആൻഡ് ഹെൻസ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇൻക്രീസസ്. ഈ കാണുന്ന പോലെ തന്നെ നമുക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം സ്റ്റബ് ടൂത്ത് ഈസ് സ്ട്രോങ്ങർ ദാൻ ഫുൾ ഡെപ്ത് ടൂത്ത്. ഈ ഫുൾ ഡെപ്ത് ടൂത്തിനേക്കാളും സ്ട്രോങ്ങർ ആണ്, അതുകൊണ്ട് തന്നെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. സ്റ്റബ് ടൂത്ത് ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് ഇൻറർഫറൻസ് ഇൻ സർട്ടൺ കേസ്. ഇവിടെ നമുക്കറിയാം ഈ ഫുൾ ഡെപ്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെപ്ത് കുറവായതുകൊണ്ട് തന്നെ ഇൻ്റർഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ സ്റ്റബ് ടൂത്ത് ചില സമയത്തൊക്കെ നമുക്ക് ഇൻ്റർഫറൻസ് സംഭവിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ സ്റ്റബ് ടൂത്ത് പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ സ്റ്റബ് ടൂത്ത് നോർമലി യൂസ് ചെയ്യാറുണ്ട്. സ്റ്റാൻഡേർഡ് ടൂത്ത് പ്രൊപ്പോർഷൻസ് ആർ ഫോർമുലേറ്റഡ് ടു ഒബ്റ്റെയിൻ ഇൻ്റർചേഞ്ചബിലിറ്റി ഓഫ് ഗിയേഴ്സ്. സോ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ടൂത്ത് പ്രൊപ്പോർഷൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗിയറിൻ്റെ ഇൻ്റർചേഞ്ചബിലിറ്റി കൺസിഡർ ചെയ്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ടീത്തിൻ്റെ പ്രൊപ്പോർഷൻസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിക്കാം. സോ ഇതാണ് സ്റ്റാൻഡേർഡ് ടൂത്ത് പ്രൊപ്പോർഷൻസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഗിയറിൻ്റെ പ്രൊപ്പോർഷൻസ് ആണ്. അപ്പോൾ അന്ന് ഫസ്റ്റ് വണ്ണെന്ന് വെച്ചാൽ 14.5 ഡിഗ്രി പ്രഷർ ആംഗിളുള്ള ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് സിസ്റ്റത്തിൻ്റെ ഒരു സെറ്റ് ഓഫ് ഡേറ്റാസാണ്. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ 20 ഡിഗ്രി പ്രഷർ ആംഗിളുള്ള ഒരു ഫുൾ ഡെപ്ത് ഗിയറിൻ്റെ ഡേറ്റാസാണ്. മൂന്നാമതെന്ന് വെച്ചാൽ 20 ഡിഗ്രി സ്റ്റബ് ടൂത്ത് പ്രഷർ ആംഗിൾ 20 ഡിഗ്രി ഉള്ള സ്റ്റബ് ടൂത്തിൻ്റെ ഡേറ്റാസാണ്. നാലാമത് 25 ഡിഗ്രീസ് പ്രഷർ ആംഗിളുള്ള ഫുൾ ഡെപ്ത് ടൂത്തിൻ്റെ ഡേറ്റാസാണ്. അപ്പോൾ അതിനൊക്കെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, അഡണ്ടത്തിൻ്റെ വാല്യൂ 1 മീറ്റർ, ഈ ഡിഡണ്ടത്തിൻ്റെ വാല്യൂ ആ സമയത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ് 1.25 ആയിരിക്കും. മിനിമം ടോട്ടൽ ഡെപ്തിൻ്റെ വാല്യൂ 2.25 ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഇതിനൊക്കെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ് അനുസരിച്ച് നമ്മൾ ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗിയറിൻ്റെ സ്റ്റാൻഡേർഡ് ടൂത്ത് പ്രൊപ്പോർഷൻസ് ആണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, സ്റ്റബ് ടൂത്തിൻ്റെ കണ്ടോ അഡണ്ടത്തിൻ്റെ വാല്യൂ കുറവാണ്. കണ്ടോ, സ്റ്റബ് ടൂത്ത് വന്നപ്പോൾ കണ്ടോ, നേരത്തെ കേസിൽ ഫുൾ ഡെപ്ത് ടീത്തിന് അഡണ്ടത്തിൻ്റെ വാല്യൂ 1 മീറ്ററാണ്, ഇവിടെ 1 മീറ്ററാണ്. പക്ഷേ സ്റ്റബ് ടൂത്ത് വന്നപ്പോൾ ഇവിടെ 0.8 മീറ്ററായി. ഓക്കെ, അതുപോലെ തന്നെ ഡിഡണ്ടം നോക്കിയാൽ മതി. ഇവിടെ കണ്ടോ, സ്റ്റാൻഡേർഡ് നമ്മുടെ സാധാരണ ഗിയർ ഫുൾ ഡെപ്ത് എന്ന് വെച്ചാൽ നമ്മുടെ നോർമലായിട്ടുള്ള ഫുൾ ഡെപ്ത് ഗിയറിൻ്റെ ഇത് കണ്ടോ, ഡിഡണ്ടത്തിൻ്റെ വാല്യൂ 1.25. പക്ഷേ സ്റ്റബ് ടൂത്ത് വന്നപ്പം കണ്ടോ അത് കുറവാണ്. അതെന്ന് വെച്ചാൽ സ്റ്റബ് ടൂത്തിൻ്റെ അഡണ്ടത്തിൻ്റെ വാല്യൂ ഡിഡണ്ടത്തിൻ്റെ വാല്യൂ നോർമലി കുറവായിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ ഡെപ്ത് നോക്കിയാൽ മതി, സ്റ്റബ് ടൂത്തിന് കുറവാണ്. ബാക്കിയുള്ളതിനൊക്കെ ഫുൾ ഡെപ്തിനൊക്കെ ഡെപ്ത് കൂടുതലാണ്. പക്ഷേ സ്റ്റബ് ടൂത്തിൻ്റെ കേസിൽ ആ ഒരു ടോട്ടൽ ഡെപ്ത് കുറവാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ഡെപ്ത് നോക്കിയാലും മതി. കണ്ടോ, ഫുൾ ഡെപ്ത് ടീത്തിൻ്റെ ഡെപ്ത് ഉണ്ട് 2 മീറ്റർ. പക്ഷേ സ്റ്റബ് ടൂത്തിൻ്റെ വന്നപ്പോൾ അത് കുറവാണ്. അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടൂത്ത് പ്രപ്പോർഷനാണ്. സോ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ നോർമലി ഗിയറിൻ്റെ ടീത്തുകൾ അല്ലെങ്കിൽ ഗിയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ആൻഡ് ഇൻ്റർചേഞ്ചബിലിറ്റി. സോ നമ്മൾ ഈ ഗിയർ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടോ, ഇവിടെ നമ്മൾ ഗിയർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമ്മൾ നോർമലി ഗിയറൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. സോ ഗിയർ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരാനുള്ള കാര്യം അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ആൻഡ് ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് വെച്ചാൽ അസംബ്ലി ഓഫ് മെയ്റ്റിംഗ് ഗിയർ ഈസ് ഈസി. നമുക്ക് മെയ്റ്റിംഗ് ഗിയർ അസംബ്ലി ഈസി ആയിരിക്കും. ഗിയർ സ്റ്റാൻഡേർഡ്സ് ഉള്ളതിൻ്റെ കുറേ മെച്ചങ്ങളാണ് ഈ പറയുന്നത്. അസംബ്ലി ഓഫ് മെയ്റ്റിംഗ് ഗിയേഴ്സ് ഈസ് ഈസി. Any standard gear picked up from its production load will mate with any other gear from another production load. സോ നമുക്കൊരു ഗിയർ പെട്ടെന്നൊന്ന് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തി വെച്ചിരിക്കുന്ന ഗിയറിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മുടെ മാനുഫാക്ചറിങ് ലോട്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ഗിയറിന് പകരം വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗിയറിന് നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്കൊരു ഗിയർ റീപ്ലേസ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. എനി സ്റ്റാൻഡേർഡ് ഗിയർ പിക്ഡ് ഫ്രം ഇറ്റ്സ് പ്രൊഡക്ഷൻ ലോഡ് വിൽ മെയ്റ്റ് വിത്ത് എനി അതർ ഗിയർ ഫ്രം ദ അനദർ പ്രൊഡക്ഷൻ ലോഡ്. ഒരു പ്രൊഡക്ഷൻ ലോട്ടിലെ ഒരു ഗിയറും മറ്റൊരു പ്രൊഡക്ഷൻ ലോട്ടിലെ വേറൊരു ഗിയറും തമ്മിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അത് മെയ്റ്റ് ആവും. അതാണ് അതിൻ്റെ മറ്റൊരു ഗുണം. ഇറ്റ് എൻഹാൻസസ് ദ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ അസംബ്ലിംഗ് കോസ്റ്റ് ഡ്രാസ്റ്റിക്കലി. അസംബിൾ ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറയ്ക്കുന്നു.
റീപ്ലേസ്മെൻറ്റ് ഓഫ് വോൺ ഔട്ട് ഗിയർ ഈസ് ഈസി. ഗിയേഴ്സ് നമ്മുടെ ഒരു ഗിയർ ഒന്ന് തേഞ്ഞ് പോയാൽ, അത് വോൺ ഔട്ട് ആയാൽ അത് റീപ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാര്യം സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് അവൈലബിൾ ആണ് ഇൻ ദ മാർക്കറ്റിൽ. പിന്നെ റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ദ മെഷീൻ ഈസ് സിംപ്ലിഫൈഡ് ബിക്കോസ് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ക്യാൻ ബി ഈസിലി റീപ്ലേസ്ഡ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെയ്തിലെ ഒരു ഗിയർ മാറണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പമാണ്. കാര്യം അതിൻ്റെ അതേ സ്റ്റാൻഡേർഡായിട്ടുള്ള ഗിയേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. ഇപ്പം നമുക്ക് നമുക്കതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഗിയേഴ്സൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് ഒരു ഗിയർ നമുക്കിപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വിത്തൗട്ട് ഇൻ്റർചേഞ്ചബിലിറ്റി മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗിയേഴ്സ് ഈസ് നോട്ട് പോസിബിൾ. അപ്പം ഇങ്ങനെ ഇൻ്റർചേഞ്ചബിൾ അല്ലാത്ത ഗിയേഴ്സ് വെച്ച് നമുക്ക് മാസ് പ്രൊഡക്ഷൻ ഒന്നും പോസിബിൾ ആയിരിക്കത്തില്ല. മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗിയേഴ്സ് ഈസ് നോട്ട് പോസിബിൾ. സോ അതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ആൻഡ് ഇൻ്റർചേഞ്ചബിലിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു അവോയ്ഡ് അണ്ടർ കട്ടിങ് ഓഫ് പിനിയൻ വിത്ത് സ്യൂട്ടബിൾ ടൂത്ത് നമ്പേഴ്സ്. സോ ഈ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഗിയേഴ്സൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിരിക്കും. നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഗിയേഴ്സിനെ പൊതുവെ പറയുന്നവരാണ് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. അതിന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ യൂസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ആയിരിക്കും നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. സ്റ്റാൻഡേർഡ് ഗിയേഴ്സൊക്കെ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ഗിയേഴ്സൊക്കെയാണ് നമ്മളിപ്പം ആ ടേബിളിൽ നേരത്തെ കണ്ടോ സ്റ്റാൻഡേർഡ് ടൂത്ത് പ്രപ്പോർഷൻ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രപ്പോർഷൻസ് ഉള്ള ഒരു ഗിയേഴ്സാണ്. സോ ഇതൊക്കെ നമുക്ക് ഈ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്ന് വെച്ചാൽ അത് ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അത് എന്തെങ്കിലും സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഗിയേഴ്സിനെയാണ് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു അവോയ്ഡ് അണ്ടർ കട്ടിങ് ഓഫ് പിനിയൻ വിത്ത് സ്യൂട്ടബിൾ ടൂത്ത് നമ്പർ. സോ അണ്ടർ കട്ടിങ് ഒക്കെ നമ്മൾ പഠിച്ചു. അണ്ടർ കട്ടിങ് ഇൻ്റർഫറൻസും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അണ്ടർ കട്ടിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു ഒബ്റ്റെയിൻ സ്യൂട്ടബിൾ കോൺടാക്ട് റേഷ്യോ ബൈ ഇൻക്രീസിങ് ദ ടൂൾ ഹൈറ്റ്. കോൺടാക്ട് റേഷ്യോ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺടാക്ട് റേഷ്യോ കിട്ടാനും അതുപോലെ തന്നെ ടു ഡിസൈൻ എ ഗിയർ ട്രെയിൻ വിത്ത് പർട്ടിക്കുലർ സെൻറ്റർ ഡിസ്റ്റൻസ്. നമുക്ക് ഗിയർ ട്രെയിൻസ് ഗിയേഴ്സ് പല രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിന് പറയുന്നവരാണ് ഗിയർ ട്രെയിൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 4-5 ഗിയർ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു ഗിയറിൽ നിന്നും ഒരു സീരീസ് ആയിട്ട് കുറേ ഗിയേഴ്സ് വഴി പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഗിയർ ട്രെയിൻ വെച്ച് നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടു ഡിസൈൻ എ ഗിയർ ട്രെയിൻ വിത്ത് എ പർട്ടിക്കുലർ സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ കുറേ സീരീസ് ഓഫ് ഗിയേഴ്സ് വെച്ച് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള പർപ്പസൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടു ഇൻക്രീസ് ദ ടൂൾ തിക്നെസ് ആൻഡ് റെഡ്യൂസസ് ദ ബെൻഡിങ് സ്ട്രെസ്. ടൂളിൻ്റെ തിക്നെസ് കൂട്ടാനും ബെൻഡിങ് സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ആർ മാനുഫാക്ചർഡ് ബൈ ടൂൾ മെൻ ഫോർ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ബട്ട് വിത്ത് മോഡിഫൈഡ് സെറ്റിങ്സ് ഓഫ് ടൂൾ. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു ടൂൾ വെച്ച് തന്നെയാണ് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സെറ്റിങ്സൊക്കെ അല്പം വേറിട്ട സെറ്റിങ്സൊക്കെ വെച്ചായിരിക്കും നമ്മളത് ഡിസൈൻ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ടൂൾ വെച്ച് തന്നെയാണ് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് ഗിയേഴ്സിൻ്റെ പ്രപ്പോർഷൻസ് ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. So next is the non-standard gears. So interference in small amount of tooth pinion can be avoided by having long addendum for pinion and short addendum for gears. So this system is called long and short addendum system, and these types of gears are called പ്രൊഫൈൽ ഷിഫ്റ്റഡ് ഗിയേഴ്സ് ഓർ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർഫറൻസ് ഒഴിവാക്കാനാണ്. ഇൻ്റർഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഇൻ്റർഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ ബൈ യൂസിങ് ലോങ് അഡണ്ടം ഫോർ പിനിയൻ ആൻഡ് ഷോർട്ട് അഡണ്ടം ഫോർ ഗിയേഴ്സ്. എന്ന് വെച്ചാൽ പിനിയൻ എന്ന് വെച്ചാൽ ചെറിയ ഗിയറിന് അഡണ്ടം കൂടുതലും അതുപോലെ തന്നെ വലിയ ഗിയറിൻ്റെ അഡണ്ടം കുറച്ചുമാണ് നമ്മൾ ഇൻ്റർഫറൻസ് ഒഴിവാക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ പിനിയൻ്റെ അഡണ്ടം കൂട്ടിയും ഗിയറിൻ്റെ അഡണ്ടം കുറച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഗിയേഴ്സിനെ പറയുന്ന പേരാണ് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. So this system is called long and short addendum system, and these types of gears are called profile shifted gears or non-standard gears. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പിനിയൻ്റെ അഡണ്ടം കൂട്ടിയും ഗിയറിൻ്റെ അഡണ്ടം കുറച്ചും
നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിനെ പറയുന്നവരാണ് ലോങ് ആൻഡ് ഷോർട്ട് അഡണ്ടം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഗിയറിനെ മറ്റൊരു പേര് നമ്മൾ പറയുന്നുണ്ട്, പ്രൊഫൈൽ ഷിഫ്റ്റഡ് ഗിയേഴ്സ് എന്നും പറയും, അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്നും പറയും. അപ്പോൾ ഈ ഇൻ്റർഫറൻസ് എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ മതി, നമ്മുടെ ഈ ഒരു കോർണർ കണ്ടോ, ഈ ഒരു ടീത്ത് നമ്മുടെ ഗിയറിൻ്റെ ഈ ഒരു നോൺ പ്രൊഫൈൽ അല്ലേ, ഈ ഒരു ഇൻവല്യൂട്ട് അല്ലാത്ത പ്രൊഫൈൽ. ഇൻവല്യൂട്ട് എന്ന് വെച്ചാൽ ഈ പ്രൊഫൈലാണ് ഇൻവല്യൂട്ട്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ പ്രൊഫൈലും ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഇത്രയും പ്രൊഫൈൽ, ഇതിനെയാണ് നമ്മൾ ഇൻവല്യൂട്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ ഇൻവല്യൂട്ട് പ്രൊഫൈലിൻ്റെ മുകളിലോട്ട് കയറി ഇങ്ങനെ ഗിയർ ടീത്തുകൾ കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ടീത്ത് ഇതിൻ്റെ ഇത്രയും ഈ ഒരു പോർഷനിലുള്ള കുറച്ച് ഭാഗം എടുത്തുകൊണ്ടങ്ങ് പോകും. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പം ആ പറഞ്ഞ രീതിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഇതാണ് നമ്മുടെ പിനിയൻ്റെ അടണ്ടം അല്പം കൂടുതലായിരിക്കും. പിനിയൻ്റെ അടണ്ടം കൂട്ടുന്നു, ഈ ഗിയറിൻ്റെ അടണ്ടം അല്പം കുറയ്ക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ഗിയറിനെ ഡിസൈൻ ചെയ്തെടുത്ത് നമ്മൾക്ക് ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്ന് നമ്മൾ പറയും. സോ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, ഇൻ്റർഫറൻസ് ഒക്കെ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ പിനിയൻ്റെ അടണ്ടം കൂട്ടി ഗിയറിൻ്റെ അടണ്ടം കുറച്ച് നമ്മൾ ഈ ഗിയറിനെ ഇങ്ങനെ ഈ രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. And the next is the purpose of the non-standard gears. The purpose of the non-standard gears is to avoid interference, to attain predetermined center distance, to increase the strength at the root and flank, to shift effective profile away from the base circle, to improve the sliding and contact relation. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് സെൻറ്റർ ഡിസ്റ്റൻസ് മോഡിഫിക്കേഷൻ. ഇത് പറയുന്നത് when the size of the base circle for each of the two mating gears is fixed, their pitch circle decides the gear size only when the center distance is fixed. സോ നമുക്കറിയാം, രണ്ട് ഗിയേഴ്സ് തമ്മിൽ മേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഗിയേഴ്സിൻ്റെ പിച്ച് സർക്കിളിനെ ആശ്രയിച്ചാണ് നമ്മൾ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്യുന്നത്. So when the centers O1 and O2 of the mating gears are slightly moved apart, keeping the diameter of the base circle of the two remaining the same, it needs an increase in the pressure angle. അപ്പോൾ ചില സമയത്ത് നമുക്കിപ്പോൾ രണ്ട് ഗിയേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒന്നിൻ്റെ സെൻറ്റർ O1 മറ്റേതിൻ്റെ സെൻറ്റർ O2 ആണെങ്കിൽ, അപ്പം ഇതിൻ്റെ ബേസ് സർക്കിളിന് വ്യത്യാസമില്ലാതെ നമുക്ക് ചില സമയത്ത് ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മാറ്റേണ്ട കേസുകൾ ചിലപ്പോൾ വരും. അങ്ങനെയുള്ള കേസസിൽ നമുക്കത് അങ്ങനത്തെ ഫോർ എക്സാമ്പിൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മാറ്റേണ്ടി വരും, പക്ഷേ അതിൻ്റെ ബേസ് സർക്കിളിലൊന്നും മാറ്റം വരുത്താനും പാടില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ അതിൻ്റെ പ്രഷർ ആംഗിൾ വേരി ചെയ്താലേ ആ ഗിയേഴ്സ് തമ്മിൽ നമുക്ക് മെഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതിനെ പറയുന്ന പേരാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദസ് സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഇൻവല്യൂട്ട് ഗിയേഴ്സ് മേ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ നമുക്കങ്ങനെ പ്രഷർ ആംഗിൾ വേരി ചെയ്ത് നമുക്കതിൻ്റെ സെൻറ്റർ ടു ഡിസ്റ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ സെൻറ്റർ ഡിസ്റ്റൻസ് മോഡിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്.